യശയ 28 അധ്യായം 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. സമരിയയ്ക്ക് താക്കീത്. എഫ്രൈമിലെ മദ്യപന്മാരുടെ ഗർഭിഷ്ഠ കിരീടത്തിന് മത്തന്മാരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിക്കുന്ന പുഷ്പത്തിന് ദുരിതം. ഇതാ കർത്താവിന്റെ കരുത്തനായ യോദ്ധാവ്, കന്മാരക്കാറ്റ് പോലെ, നാശം വിധിക്കുന്ന കൊടുങ്കാറ്റ് പോലെ, കൂലം തകർത്തൊഴുകുന്ന മലവെള്ളം പോലെ ഒരുവൻ. അവൻ അവരെ എഫ്രൈമിലെ നിലത്ത് ഈക്കോടെ വലിച്ചെറിയും. മത്തരുടെ കിരീടം നിലത്തിട്ട് ചവിട്ടും. ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിൽ അതിന്റെ മഹത്തായ സൗന്ദര്യത്തിന്റെ വാടിക്കൊഴിയുന്ന പുഷ്പം വേനൽക്കാലത്തിന് മുമ്പ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാണ്. അത് കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുന്നു. അത് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിന്റെ മകുടമായിരിക്കും. തന്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിന്റെ കിരീടമായിരിക്കും. അവിടുന്ന് ന്യായാധിപന നീതിയുടെ ആത്മാവും നഗരകവാടത്തിങ്കൽ നിന്ന് ശത്രുവിനെ തുരത്തുന്നവർക്ക് ശക്തിയുമായിരിക്കും. പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത്. പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വീണ് കുടിച്ച് മതിക്കുന്നു. ലഹരി പിടിച്ചവർ ആടി വിളയുന്നു. വീണ് അവരെ വഴിതെറ്റിക്കുന്നു. അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു. ന്യായാവിധിയിൽ കാലിടവുന്നു. എല്ലാ മേശകളും ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മലിനമില്ലാത്ത ഒരു സ്ഥലവുമില്ല. അവർ പറയുന്നു, ആരെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇവൻ സന്ദേശം വ്യാഖ്യാനിക്കുന്നത്? മുലകുടി മാറിയ ശിശുക്കൾക്ക് വേണ്ടിയോ? ഇത് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്റെ മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. വിക്കന്മാരുടെ അതരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവ് കൊണ്ടും കർത്താവ് ജനത്തോട് സംസാരിക്കും. അവിടുന്ന് ജനതകളോട് അരുളി ചെയ്തിട്ടുണ്ട്, ഇതാണ് വിശ്രമം, പരീക്ഷകർക്ക് വിശ്രമം നൽകുക, ഇതാണ് വിശ്രമം. എന്നിട്ടും അവർ ശ്രമിച്ചില്ല. അതിനാൽ കർത്താവിന്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം, അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞ് വീണു, തകരുകയും വലയിൽ നഗപ്പെടുകയും ചെയ്യും. ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്ന നിന്നവരെ കർത്താവിന്റെ വചനം ശ്രമിക്കും. മരണവുമായി ഞങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾ കരാറുണ്ട്. മഹാമാരി പാഞ്ഞു വരുമ്പോൾ അത് ഞങ്ങളെ സ്പർശിക്കുകയില്ല. എന്തെന്നാൽ വ്യാജമാണ് ഞങ്ങളുടെ അഭയം, നുണയാണ് ഞങ്ങളുടെ സങ്കേതം എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ ദയമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സീയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത കല്ല്, അടിസ്ഥാനമായി ഇടുന്നു. വിലയിട്ട മൂലക്കല്ല്, ഉറപ്പുള്ള അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ചഞ്ചലചിതനാവുകയില്ല. ഞാൻ നീതിയെ അളവ് ചരടും ധർമ്മിഷ്ഠതയെ തൂക്കുകട്ടയുമാക്കും. കന്മരുടെ വ്യാജത്തിന്റെ അഭയ സംഗീതത്തെ പൂക്കളയും പ്രഭാവങ്ങൾ അഭയകേന്ദ്രത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാകും. പാതാളവുമായുള്ള കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോഗ്യമായ മഹാമാരിയുടെ കാലത്ത് നീ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോൾ നിന്നെ ഗ്രസിക്കും. പ്രഭാതം തോറും അത് ആഞ്ഞടിക്കും. പകലും രാത്രിയും അതുണ്ടാകും. അതിന്റെ വാർത്ത കേൾക്കുന്നത് തന്നെ കൊടും ഭീതി ഉളവാക്കും. നിവർന്ന് കിടക്കാൻ വയ്യാത്ത വിധം കിടക്ക നീളം കുറഞ്ഞതും പുതയ്ക്കാനാകാത്ത വിധം പുതപ്പ് വീതിയില്ലാത്തതുമാണ്. പെരാസിം പർവ്വതത്തിൽ ചെയ്തതുപോലെ കർത്താവ് തന്റെ കൃത്യം നിർവഹിക്കാൻ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. ഗിബിയോൻ താഴ്വരയിൽ വെച്ച് എന്നപോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ പ്രവൃത്തി ദുരൂഹമാണ്. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവന്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിന്റെ വിധി ഞാൻ കേട്ടു. കർഷകന്റെ ഉപമ. എന്റെ സ്വരത്തിന് ചെവി തരുവിൻ, ശ്രദ്ധാപൂർവ്വം എന്റെ വാക്കുകൾ കേൾക്കുവിൻ. വിതയ്ക്കാൻ ഉഴുന്നവർ എപ്പോഴും ഉഴുതുകൊണ്ടിരിക്കുമോ? അവൻ എപ്പോഴും നിലം ഇളക്കി കട്ട ഇടിച്ചുകൊണ്ടിരിക്കുമോ? നിലം ഒഴുകി കഴിയുമ്പോൾ അവൻ ചതക്കുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും ഗോതമ്പ് വരിയായി നടുകയും ബാർലി യഥാസ്ഥാനം വിതയ്ക്കുകയും ചെറുഗോതമ്പ് അതിനുള്ളിൽ ഇടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു. അവന്റെ ദൈവം അവനെ അഭ്യസിപ്പിക്കുന്നു. ചത്തകുപ്പ മെതിക്കാൻ മിതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിന്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചത്തകുപ്പയും ജീരകയും വടികൊണ്ട് തല്ലിക്കൊഴിക്കുന്നു. ധ്യാനം മരിക്കുമ്പോൾ അത് ചതച്ചു കളയുന്നു. ആരും തുടർച്ചയായി മരിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുതിരയെ കെട്ടിയ വണ്ടി ഓടിച്ച ചക്രം കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതനുമാണ്. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.